കർത്താവിനെ ഇന്ന് ഈ പ്രഭാത സമയത്തിൽ ആരാധിക്കുവാൻ ലഭിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വരേണ്ടതിനായിട്ട്. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി കർത്താവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളോട് കർത്താവ് ശക്തമായ ഒരു ദൂത് അറിയിപ്പിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അടുത്ത പദം പറയുന്നത് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നടുവിലേക്ക് ആമേൻ കടന്നു വന്ന നമ്മുടെ രക്ഷിതാവ്, ആ രക്ഷിതാവ് ആമേൻ ഹല്ലേലൂയ നമ്മൾക്ക് അഭിഷേകം തന്നു. നമ്മളെ ആമേൻ രക്ഷയുടെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഓരോ മേഖലകൾക്കകത്തും നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ജീവിതത്തിനകത്തിൽ ഒത്തിരി മേഖലകൾക്കകത്തൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ ഒരു മേഖലയ്ക്കകത്തൂടെയുള്ള ഒരു യാത്രയാണ്. ആമേൻ. ആത്മീക അനാഥത്വം വന്നവർക്ക്, അല്ലെങ്കിൽ ആത്മീകമായിട്ടും ഉയരുവാൻ കഴിയാത്ത മേഖലയ്ക്കകത്ത് നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവെന്ന പ്രഭാതത്തിൽ ആമേൻ ചില വേർഡുകളിലൂടെ സംസാരിക്കാൻ കഴിയും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കരമുയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുക്കണം. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് സംസാരിച്ച ഒരു വിഷയത്തെ കുറിച്ച് ആമേൻ ആഴത്തിലൊന്ന് ആമേൻ ഹല്ലേലൂയ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് സംസാരിച്ചത്: ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും. ആരാണ് തകർന്നവർ? ആരാണ് തടവിൽ കിടക്കുന്നവർ? രണ്ട് ചോദ്യങ്ങളുടെ മുൻപിൽ ആമേൻ ഇതിനകത്തു നിന്നൊരു വിടുതൽ വേണം.
ഈ രണ്ട് വിഷയങ്ങൾക്കകത്തു നിന്നും ഒരു അസാധാരണമായ വിടുതൽ നമുക്ക് കിട്ടിയേ മതിയാവും. ഹൃദയം തകർന്നവരെ ദൈവം മുറിവ് കെട്ടുന്നു. ആമേൻ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അവന്റെ ആത്മാവ് നമ്മളുടെ മേൽ ഇരിക്കുന്നത് കൊണ്ട്, അവന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളുടെ മേലിൽ ആമേൻ കടന്നു വന്നതുകൊണ്ട്, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഹൃദയം തകർന്ന സമയത്ത് നമ്മൾക്ക് അതിനകത്തു നിന്നും വിടുതലുണ്ടായി. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മുടെ മുറിവിനെ വെച്ച് കെട്ടി. അത് ദൈവവചനത്തിന്റെ ആഴത്തിലൂടെ അത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഓരോ നിമിഷവും ഓരോ മേഖലകൾക്കകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ അയച്ച് ആമേൻ നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ മുഴുവനും ആമേൻ അവൻ അതിനെ ഉണക്കി. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണങ്ങപ്പെട്ടപ്പോഴാണ് നമ്മൾ ആത്മീകമായി നമ്മൾ ഉയരാൻ തുടങ്ങിയത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഇനിയും ആമേൻ ഹല്ലേലൂയ മുറിവ് വെച്ച് കെട്ടത്തക്ക രീതിയിൽ ആമേൻ അതുപോലെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിപ്പിക്കുന്നു. ആമേൻ ദൈവവചനത്തെ ആമേൻ അതിനെ ഏറ്റെടുക്കുക. വചനത്തിൽ ആമേൻ അതിന്റെ ഇൻസൈഡിലേക്ക് കൂടുതൽ കടന്നു പോകുക. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കും. എത്ര വലിയ മുറിവായിക്കോട്ടെ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ആമേൻ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് ആമേൻ നമ്മളെ ഏവരെയും വഴി നടത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കാറില്ലേ, കർത്താവേ എന്റെ ജീവിതത്തിനകത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത്? അവൻ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ എന്റെ ലൈഫിനകത്തില് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആമേൻ. ഇന്ന് പകലിൽ ആ ചോദ്യം നിർത്തണം. എന്നിട്ട് പറയണം, കർത്താവേ നീ എനിക്ക് തന്ന ആമേൻ ഈ ഓരോ നിമിഷത്തിനായിട്ട്, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് ഇരിക്കാൻ ലഭിച്ച വലിയ നിമിഷത്തിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇത്ര വലിയ എന്നെക്കാട്ടിലുമൊക്കെ ഞാൻ അനുഭവിച്ച വേദനയെക്കാട്ടിലുമൊക്കെ എത്രയോ വലിയ മുറിവുകൾ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ കാൽവറിയുടെ കുലക്കളത്തിലേക്ക് കയറിയപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, എന്റെ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ ആമേൻ ആമേൻ, എന്റെ മക്കൾ അവർ ഈ വേദന അനുഭവിക്കരുത്. ആമേൻ. അവർക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ്. താങ്ക് യു ജീസസ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലക്കളത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലക്കളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച് പാപപരിഹാരയാഗമായി തീർന്ന യേശു കർത്താവിന്റെ രക്തത്തിന്റെ വില ആമേൻ നാം അത് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ആമേൻ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആഴത്തിലൊന്ന് ഇറങ്ങി നിലവിളിക്കും, കർത്താവേ എന്റെ ജീവിതത്തിനകത്തില് ആമേൻ എനിക്ക് വന്ന ഈ കഷ്ടതയ്ക്കകത്ത് ആമേൻ എനിക്കൊരു പരിഹാരം വേണം. ആ രക്തം നിങ്ങളോട് സംസാരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവിടെയാണ് അനുദപിക്കുന്നവർക്കുള്ള പ്രോമിസസിനുള്ള ആമേൻ മറുപടി, അവർക്കുള്ള വാഗ്ദാനങ്ങൾ, അവർക്കുള്ള ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസൻസ്. വായിക്കാൻ നമുക്ക് 1-2 വേദഭാഗങ്ങൾ വായിച്ചു വേഗത്തിൽ ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 2-3 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തിലുണ്ട്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ വിഷയമാണ്
ആമേൻ. ഹല്ലേലൂയ. അനുദപിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ എന്ന് വെച്ചാൽ പ്രോമിസസ്. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് കർത്താവ് തരാൻ പോകുകയാണ്. ആമേൻ. സങ്കീർത്തനം ഞാൻ വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 34:18. ഹല്ലേലൂയ. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. The Lord is near those who are of the broken heart and saves those who are crushed in spirit. Amen. Thank you Jesus. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥൻ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ ഹൃദയ നുറുക്കത്തോടെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആമേൻ ഉള്ളിലുള്ള വിഷയങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ, യേശു കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സങ്കീർത്തനത്തിലൂടെ അവൻ നമ്മൾക്ക് ഏറ്റവും സമീപസ്ഥനാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്: മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ രണ്ട് വിഷയത്തിന് അവിടെ ഒരു പരിഹാര മാർഗം നമുക്ക് തന്നു. ഒന്ന്, യഹോവ ഏറ്റവും അടുത്തിരിക്കുന്നു. രണ്ട്, ആമേൻ ആമേൻ, അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, നീ കരയാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, അനുദപിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിൽ ആമേൻ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ആമേൻ. അതിനുള്ള വാഗ്ദാനങ്ങൾ ഉടനടി നമ്മുടെ കരത്തിൽ എത്തിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും ആമേൻ ഈ പ്രഭാത സമയത്തും നമ്മുടെ അരികിൽ തന്നെ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും: കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ആമേൻ, ഞാൻ അങ്ങയോട് ചേർന്നിരുന്നു കൊണ്ട്, ഞാൻ അങ്ങയുടെ മകനായിരുന്നു കൊണ്ട്, ഞാൻ അങ്ങയുടെ മകളായിരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ കർത്താവേ, എന്റെ പ്രാർത്ഥനകൾക്ക് ഈ ദിവസങ്ങൾ എനിക്ക് മറുപടി തന്നെ സഹായിക്കണമേ എന്ന് ആമേൻ 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 അത് പറയുവാൻ ആമേൻ കരുത്തുള്ള ഒരു ഹൃദയത്തെ തരണമേ എന്ന് ആമേൻ ദൈവത്തോട് യാചിക്കുന്ന പ്രഭാതത്തിൽ. അതാണ് അനുദപിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Holy Spirit, in the name of Jesus. അനുതാപത്തിന്റെ വാഗ്ദാനം. പരിശുദ്ധാത്മാവിന്റെ ആമേൻ നമ്മളെ ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 51 ആമേൻ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ആമേൻ ദൈവമേ നീ നിരസിക്കയില്ല. അപ്പോൾ യേശു ആമേൻ നമ്മുടെ വിഷയത്തിനകത്ത് നമ്മളെ ഒരിക്കലും നിരസിച്ച് കളയത്തില്ല. പകരം നമ്മളെ അവൻ ഏറ്റെടുത്ത് ആ കർത്താവ് നമുക്ക് തക്ക സമയത്ത് മറുപടി തന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. The sacrifice of God are a broken spirit. തകർന്നിരിക്കുന്ന ഹൃദയത്തെ സംരക്ഷിക്കുന്ന ദൈവം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയാം, ഏത് വിഷയമായിട്ടാണോ തകർന്നിരിക്കുന്നത്, ഏത് പ്രതികൂലമായിട്ടാണോ തകർന്നിരിക്കുന്നത്, ആമേൻ, ഒരു പക്ഷേ നമ്മൾ ആത്മീകമായിട്ടായിരിക്കാം തകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആമേൻ ഭൗതികമായിട്ട് തകർന്നിരിക്കുന്നവരുണ്ടായിരിക്കാം. ആമേൻ ഹല്ലേലൂയ. നാളത്തെ വിഷയത്തെ ഓർത്ത് ആമേൻ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാകാം.
പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, നിന്റെ തകർന്നിരിക്കുന്ന വിഷയത്തെ എന്റെ കരത്തിൽ ഏൽപ്പിക്ക്. അടുത്ത സെക്കൻഡിൽ ഞാൻ നിനക്ക് വേണ്ടി അതിനുള്ള വാഗ്ദാനത്തെ, അതിനുള്ള പ്രോമിസസിനെ നിന്റെ കരത്തിൽ അയക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിലും, ആമേൻ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ ആഴം, ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിനകത്തിൽ വെളിപ്പെട്ടു വരുന്നല്ലോ എന്ന് പരിശുദ്ധാത്മാവ് പറയും. എത്ര പേർക്ക് അതിനെ ഏറ്റെടുക്കാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന്, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സാന്നിധ്യത്തെ ഒന്ന്, ആമേൻ, ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് നല്ല നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വിഷയത്തിന് മറുപടി ഉണ്ടോ? വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ? ആമേൻ. ചോദിച്ച പ്രാർത്ഥനകൾക്കകത്ത് മറുപടി ലഭിച്ചിട്ടുണ്ടോ? ആമേൻ. ഹൃദയത്തിന്റെ നുറുക്കത്തെ കർത്താവ് അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ പ്രഭാതത്തിൽ ചോദിക്കുന്നു, ഹൃദയത്തിന്റെ നുറുക്കത്തെ അറിഞ്ഞ കർത്താവ്, ആമേൻ, നമുക്ക് വേണ്ടി മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ ഓർക്കുന്നു. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിച്ചാൽ അവൻ ആർക്കും അതിനെ പിടിച്ചു മാറ്റാൻ കഴിയത്തില്ല, അതിനെ ഒതുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഏതൊക്കെ പ്രതികൂലത്തിനകത്തൂടെ കടന്നുപോയാലും, ഏതൊക്കെ പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയാലും, ആമേൻ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥനായിട്ടുള്ളത്. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാവ് 3-ാം അധ്യായം, അതിന്റെ 22-ാമത്തെ വാക്യം. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ. ആമേൻ. കർത്താവ് നമ്മളോട് പറയുന്നു, വിശ്വാസ ത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. റിട്ടേൺ യു ബാക്ക് സ്ലൈഡിംഗ് ചിൽഡ്രൻ ആണ് അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്. സ്ലൈഡിംഗ് ചിൽഡ്രൻ, തെറ്റി പോവുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയും, ആമേൻ, തെറ്റിപ്പോകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ടൈമാണ് മടങ്ങി വരിക. നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല മേഖലകളുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ പറയും, കർത്താവേ, ഞാൻ ചെയ്ത വിഷയങ്ങൾക്കകത്ത് എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് തിരികെ ഒന്ന്, കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് ഒന്ന്, ആമേൻ, തിരികെ ഒന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Return you back, sliding children, and I will heal your backslidings. ഞാൻ നിന്റെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പിക്കുന്നത്, ആമേൻ, നാം തെറ്റിപ്പോകുമ്പോൾ, നാം തകർന്നു പോകുമ്പോൾ, ആമേൻ, നാം തിരികെ വരുന്നതാണ് അനുതാപത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. നീ എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് നീ എവിടെയെങ്കിലും തകർച്ചയുടെ അനുഭവത്തിനകത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് എന്നോട് തന്നെ പറയുന്നു, റിട്ടേൺ ബാക്ക്, നീ തിരിച്ചു വരിക. നിനക്ക് ഞാൻ എന്റെ വാഗ്ദത്തങ്ങളെ പകരം തരും. നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രോമിസസിനെ ഞാൻ നിനക്ക് വേണ്ടി തിരികെ തരും. ആമേൻ, ഹല്ലേലൂയ. പ്രായം എത്രയായാലും കുഴപ്പമില്ല. ഏറിയാൽ 70,
60, 70, 80, 90, നോ പ്രോബ്ലം. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുവാൻ ആമേൻ പ്രായം ഒരു വിഷയമേ അല്ല. ആമേൻ. യേശു കർത്താവ് മോശയെ ആമേൻ ഉപയോഗിച്ചു. 120 പരം വയസ്സുകൾ ആമേൻ ദൈവം തന്റെ ജീവിതത്തിനകത്തിൽ ശക്തമായി ഉപയോഗിച്ചു. 80-ാമത്തെ വയസ്സിലാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുവരെയും ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് താൻ തന്നെത്താനെ ഒതുക്കി നിർത്തി. കൊട്ടാരത്തിൽ വളർന്നവൻ, ആമേൻ, ആടുകളെ മേയിച്ച്, ആമേൻ, ഹല്ലേലൂയ, വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ ദൈവം ഒരിക്കൽ അവനെ വിളിച്ചു. കാരണം എന്താണെന്നറിയാമോ? അനുദപിക്കാൻ തുടങ്ങിയവൻ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു കുഴിച്ചു മൂടിക്കളഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു മരുഭൂമിയിലേക്കുള്ള യാത്ര വലിയ കഠിനതയുള്ളതാണ്. ആ കഠിനതയ്ക്കകത്തു നിന്നും ദൈവ സാന്നിധ്യത്തിൽ കയറിയപ്പോൾ മോശയെ ദൈവം വിളിച്ചു സീനായി പർവ്വതത്തിലേക്ക്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ വിളിച്ചു. അനുദപിച്ചവന്റെ ഹൃദയത്തിനകത്തിലേക്ക് ദൈവത്തിന്റെ ആഴം ചലിക്കുവാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും വളരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയും, ആമേൻ, ഹല്ലേലൂയ. വിശ്വസ്തതയോടെ ആര് നിൽക്കുന്നോ, വിശ്വസ്തനായി ആര് നിൽക്കുന്നോ, അവരുടെ മേൽ ദൈവം അയക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെയും വാഗ്ദാനങ്ങളെയും നിറവേറ്റുന്ന ദിവസങ്ങളായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ടൊരു ദൂത് അറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലേ. ഒന്നും കൊണ്ടില്ലണ്ട, യാഗം കഴിക്കാനൊന്നും ചെല്ലണ്ട. ആമേൻ. ആട് വേണ്ട, മാട് വേണ്ട, ആമേൻ, ഒന്നും വേണ്ട. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു സാധനം നീ കൊണ്ടുചെല്ലണ്ട. ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, അതൊന്നും മടങ്ങിച്ചെല്ല. വിശ്വാസത്തിന് ത്യാഗത്തിലൂടെ ഒന്ന് അനുദപിച്ചുകൊണ്ട് മടങ്ങിച്ചെല്ലാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ നമ്മളോട് അറിയിപ്പിക്കുന്നു, വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അത് ബ്ലെസ്സിംഗ് ആയിട്ട് പകരപ്പെടാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം നമ്മളോട് അറിയിപ്പ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ചും അനുദപിക്കും. അപ്പം മുറിയേണ്ടത് വസ്ത്രമല്ല, ഹൃദയം മുറിയപ്പെടണം. ഹൃദയമുറുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ലഭിക്കും. കർത്താവ് അത് തരും. ആമേൻ. ഹല്ലേലൂയ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അത് മടക്കി തരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് കാണുന്ന പല വിഷയങ്ങളുണ്ട്. അതിനകത്തു നിന്നെല്ലാം ദൈവത്തിന്റെ ചില പദ്ധതികൾ ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവജനം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ദൈവം അത് നമ്മൾക്ക് വേണ്ടി ആമേൻ പകരപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ആമേൻ അറിയിപ്പിക്കും. ഇതാണ് അനുദപിക്കുന്നവർക്കുള്ള ആമേൻ ആ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ പ്രോമിസസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ എപ്രകാരം നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കപ്പെടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പ് നൽകുന്നു. 2-ാം അപ്പോസ്തലപ്രവൃത്തി 2-ാം 38-ാമത്തെ വാക്യം പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഒരു വലിയ മേഖലയാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം. അതിനെന്ത് ചെയ്യണം? സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ സ്നാനമേൽക്കാത്തവർക്കോ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും? കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുമ്പോ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആകും. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നത് ക്യാരക്ടർ ചേഞ്ച് ആകണം. ക്യാരക്ടർ ചേഞ്ച് ആയാൽ ആമേൻ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഉള്ളിലേക്ക് വരും. താങ്ക് യു ജീസസ്. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ വചനധ്യാനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കും. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. ആമേൻ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷവും ആമേൻ നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും. ആമേൻ ഹല്ലേലൂയ. ആരെയാണെന്നറിയാമോ? ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അനുതപിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ദൈവം വലിയ പ്രവൃത്തികളെ ചെയ്യാൻ പോകുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേൻ ആ കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്തുകൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ അനുതപിക്കുമ്പോൾ ആമേൻ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ചില ഡോറുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്നും ആമേൻ തിരുവെഴുത്താണ് പറയുന്നത്, ആമേൻ ജീവജലത്തിന്റെ നദി ഒഴുകപ്പെടുമെന്ന്. ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മൾ അനുതാപത്തിന്റെ ആമേൻ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, ദൈവസന്നിധിയിൽ നാം മുട്ടുമടങ്ങുമ്പോൾ ആമേൻ ആ വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി മടക്കി തരുക തന്നെ ചെയ്യും. ആമേൻ. എത്ര പേർക്ക് അതിനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആ കർത്താവുമായിട്ടുള്ള സാന്നിധ്യത്തിനകത്തിലേക്ക് നമ്മൾ കയറപ്പെടുമ്പോൾ, ആ കർത്താവിനോട് ചേർന്ന് നമ്മൾ ആമേൻ ആമേൻ നമ്മളെ ഏറ്റു പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് അറിയിപ്പ് ചെയ്യുന്നു. ആമേൻ, നിന്റെ മേൽ കിടക്കുന്ന പ്രോമിസസുകൾ ഓരോന്നായിട്ട് ആമേൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുതാപത്തോടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ആമേൻ കർത്താവ് എനിക്ക് വേണ്ടി വലിയ ഡോറുകൾ ഓപ്പൺ ചെയ്തു തരും. ആമേൻ. എത്ര പേര് അത് ആ ഡോറിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുത്തുകൊള്ളുക. പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ അത് ഓപ്പൺ ചെയ്യുന്നു. ആമേൻ. കടന്നു വന്ന ജനത്തിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ
സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവേ. സുലോചന ആന്റിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വം ചലിക്കപ്പെടട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ആമേൻ നേടിയതിനെയൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരത്തിൽ കർത്താവേ, തന്റെ ദാസിയുടെ മേലുള്ള അസാധാരണമായ വെളിപ്പെടുത്തലുകൾ ഈ ദിവസങ്ങളിൽ എന്താണോ പ്രോമിസസുകൾ കർത്താവേ, അത് ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്താൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അജീസിസ്റ്റനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപദാനങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ ആഴം എന്റെ മകളിലേക്ക് അത് വ്യാപരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനിയാനിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തിക്കാൻ, ശക്തീകരിച്ചാൽ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം ദൈവത്തിന്റെ മറുപടിയെ തന്ന് മാനിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അനുവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ദൈവത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, പ്രോമിസസുകൾ, ദൈവത്തിന്റെ ആമേൻ വാഗ്ദാനങ്ങൾ കർത്താവേ, അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവേ, ആമേൻ, ഒരു മാനസാന്തരത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഏറ്റുപറച്ചിലിന്റെ ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ മകളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വലിയ ഫേവറുകൾ വെളിപ്പെടട്ടെ കർത്താവ്. അപ്രകാരം ചെയ്യുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അജൂത്ത് എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയ ഫേവറുകൾ വെളിപ്പെടട്ടെ, സാന്നിധ്യം വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. സതീഷ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യവും നിറവും കർത്താവേ അവിടുന്ന് കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിനിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ചലിക്കപ്പെടട്ടെ, ആശ്വാസത്തിന്റെ കരം കൂടെ ഇരിക്കട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന്റെ കരം അവിടുന്ന് കൂടെ വരുന്ന ആമേൻ, വലിയ കൃപകൾക്കായിട്ട് നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കടന്നു വന്നിരുന്ന ഓരോ ജനത്തിനെയും ഏൽപ്പിക്കുകയാണ്. അടിയനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷകൾ മാനിക്കപ്പെടണം കർത്താവേ. ആറാമത്തെ രാത്രി, ഉപവാസത്തിന്റെ ആറാമത്തെ രാത്രിയാണിന്ന് കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് കർത്താവേ കടന്നു വരുന്ന ദൈവദാസനെ ഉപയോഗിക്കപ്പെടണം കർത്താവേ. ഹല്ലേലൂയ. ബിവാരിയാപുരം ദൈവം ഇന്ന് രാത്രിയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ കർത്താവേ. അനേകർ കടന്നു വരട്ടെ, അനേക ജനങ്ങൾ കടന്നു വരട്ടെ കർത്താവേ. ആമേൻ. ആരും മടി പിടിച്ചിരിക്കാതെ ദൈവാത്മാവിന്റെ വലിയ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ഫേവറുകൾ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പ്രകാരം ചെയ്ത വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കൂട്ടായ്മയും കാവലും കൃപയും പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ പേരിൽ കേൾക്കപ്പെട്ട ദൈവദൂതന്റെ പേരിൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന പിതാവിന്റെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരേണമേ. May God bless you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.